നമ്മളെ വിളിക്കുന്ന ഒരു പദമാണ് ന്യൂ ക്രിയേഷൻ. വാർത്ത നമ്മെ അழைക്കുന്നതാണ് ഒരു വാർത്ത ന്യൂ ക്രിയേഷൻ. വചനം നമ്മളെ വിളിക്കുന്നത്, സ്വർഗം നമ്മളെ വിളിക്കുന്ന, നമ്മളെ വിളിക്കുന്നത് ഒരു പദം ന്യൂ ക്രിയേഷൻ എന്നാണ്. Amen. Hallelujah. Heaven is calling us as new creation. Amen. Oh, in the എത്ര പേർക്ക് അതിനെ ഡിക്ലെയർ ചെയ്യും? I am a new creation. Amen. എത്ര പേർക്ക് ധരിക്കപ്പെടാൻ முடியும்? I am a new creation in Christ. എന്തു പറഞ്ഞാലും നിങ്ങൾ ബോൾഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. Amen. Hallelujah. എത്തരിക്കപ്പെട്ടാലും അത് amen. The confidence you have to declare it with boldness. Amen. And a new creation. ഒരു ഫെയ്ത്തിൽ നിന്ന് വേണം അതിനെ ഡിക്ലെയർ ചെയ്യാൻ. Amen. ഒരു വിശ്വാസത്തിൽ ഇരുന്ന് തന്നെ നീ ധരിക്കപ്പെടണം. ഉടനെ ഡ്രീമുമായി ബന്ധപ്പെട്ട ഒരു ഡെലിവറൻസ് നടക്കുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. Amen. ഒരു ഡ്രീമോട് ഇസൈഡ് ചില ഡെലിവറൻസ് നടക്കുന്നത് നമുക്ക്. ഒത്തിരി സ്പിരിച്വൽ അറ്റാക്കിനെ ഫേസ് ചെയ്ത വ്യക്തിയാണ്. Amen. ഏരാളமான സ്പിരിച്വൽ അറ്റാക്ക് ഫേസ് പண்றതാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹിക്കുമായി ബന്ധപ്പെട്ടുള്ള ചില അറ്റാക്കിൽ നിന്ന്
ഇന്ന് നിന്നെ സ്വർഗം ഡെലിവറൻസ് ചെയ്യും. ആമേൻ. ചില സ്നേക് സ്പിരിറ്റോ ഡിസൈൻ എടുക്കുന്ന ചില അറ്റാക്കിൽ നിന്ന് പരലോകങ്ങളിൽ വിടുകയാണ്. നിന്റെ ഡ്രീമിനകത്ത്, നിന്റെ സ്വപ്നത്തിനകത്ത് വ്യാപരിക്കുന്ന നിന്നെ അറ്റാക്ക് ചെയ്യുന്ന ചില മേഖലകൾ, ആ ഡാർക്ക്നെസ്സുമായി ബന്ധപ്പെട്ട ഒരു ഡെലിവറൻസ് സ്വർഗത്തിന്റെ ജീവിതത്തിനകത്ത് ഡ്രീം reality ഉങ്ങളോട് കൂടെ പോരാടുന്നതാണ് ചില സുതാകളുടെ ക്രിയകളിൽ നിർദ്ദത്തതാകാനുള്ള വിടുകയാണ്. കാണുന്നത് നല്ലതായിരിക്കുന്നില്ല, പലതും നെഗറ്റീവ് ആയിട്ടുള്ളതായിരിക്കും. പല നേരത്തിലും நீங்க பார்ப்பது நல்லதாக இருப்பதில்லை, നെഗറ്റീവാണ് ചില ഡ്രീംസ് അതുപോലെ ഇഷ്ടപ്പെടുന്നത്. അവരുടെ ലൈഫിനകത്ത് പോലും അതിന്റെ സ്വാധീനം ഞാൻ കാണുന്നു. കുടുംബത്തിനകത്ത് ഒരു വണ്ണസ് ഇല്ല, മൊത്തം തകർന്നു കിടക്കുന്ന ഒരു അനുഭവം. ஆமென். அது பல நேரத்திலே விலசூழ்நிலைகளை கூட இன்ஃப்ளூயன்ஸ் பண்ணுவதை பார்க்கிறோம். குடும்ப வாழ்க்கையில கூட ஆமென் ஒரு ஐக்கியம் இல்லாத ஒரு പലപ്പോഴും ഡെഡ് സ്പിരിറ്റ് നിന്നെ അറ്റാക്ക് ചെയ്യും. ജീവിക്കേണ്ട, സൂയിസൈഡ് ചെയ്യാം, മരിക്കണമെന്ന് പലപ്പോഴും പ്ലാൻ ചെയ്യുന്ന വ്യക്തിയാണ്. அதனால பல நேரத்திலே இந்த டெத் ஸ்பிரிட் ஆமென் அது உங்களை அட்டாக் பண்ணுகிறது. இனி வாழ வேண்டாம் എന്നതാണ് சிந்தனை பல நேரத்தில் உள்ள உள்ளது. എന്നാൽ ഇന്ന് പകൽ സ്വർഗ്ഗത്തിന്റെ ചില വിഷയങ്ങളിൽ സ്വർഗ്ഗം ഡെലിവറൻസ് ചെയ്യുന്നത് ഞാൻ കാണുന്നു. ஆனால் இந்த நாளில் பரலோகங்களுடைய சில விஷயங்கள் மேல விடுதலை அனுப்புவதை நாங்கள் பார்க்கிறோம். ഇന്ന് സ്വർഗ്ഗത്തിന്റെ കരം, യാഹോവയുടെ കരം നിന്നെ തൊടുകയാണ്. ഇന്നേക്ക് യാഹോവയുടെ കരം ഉങ്ങളെ തൊടുகிறது. നിന്റെ കുടുംബത്തിനകത്ത് ഭയങ്കരമായ ഡാർക്ക്നെസ് സ്പിരിറ്റും ഇരുട്ടിന്റെ അധികാരങ്ങൾ പലപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. പല നേരത്തിലും ഉங்களுடைய കുടുംബத்துக்குள்ளே உங்களுடைய வல்லமைகள் ആമേൻ ഉങ്ങളെ ആമേൻ അത് പല നേരത്തിലും അനുഭവിക്കുന്ന എംപ്റ്റിനെസ്, ശൂന്യതയെല്ലാം അതിന്റെ ഒരു അടയാളമാണ്. நீங்க அனுபவிக்கிறதான வெறுமைகள் எம்ப்டினஸ் அது அடையாளம். നീ അനുഭവിക്കുന്ന ചില ആൻസൈറ്റികൾ, ടെൻഷൻ, ഇതെല്ലാം സ്വർഗ്ഗത്തെ ഇപ്പോൾ സ്വതന്ത്രമാക്കി. ആമേൻ. നിങ്ങൾ പല നേരത്തിൽ അനുഭവിക്കുന്ന ആൻസൈറ്റീസ് അത് ഇതെല്ലാം പരലോകത്തിൽ വിടുകയാണ്. യേശുവിന്റെ കരം വെക്കുന്നതിനായി നന്ദി. ഓ ഇപ്പോൾ യേശുവിന്റെ കരം എല്ലാ സുധാരണയ കൃപയും വല്ലവയും യേശുവിന്റെ നാമത്തിൽ അത് വിടുതല. Thank you, Jesus. നന്ദി നന്ദി. Hallelujah. ഇവിടെ അസാധാരണമായ ഒരു കരുതലും തോന്നി. ഇനി അസാധാരണമായ സ്വർഗ്ഗം നിങ്ങളെ ദൈവിക പുത്രത്വത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. அப்படின்னு சொன்னால் இம்மைக்குரியதான அந்த புத்திரன் நீங்கதான் அதை எல்லாரும் என்று பரலோகத்தினுடைய குமாரன் புத்திரன் எல்லாத தன்மைக்கு பரலோகங்களே. I am son of Yahweh. I am son of Yahweh. I am son of Almighty God. I am son of Almighty God. Oh, born night on the declare I am son of Yahweh. I am son of Yahweh. Hallelujah. Hallelujah. മക്കളെ പൊസിഷൻ അകത്താണ് കാര്യമുള്ളത്. ആമേൻ. ദൈവ പിള്ളേരുടെ പൊസിഷനുള്ളതാണ് വിഷയമേ இருக்குது. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് യഥാർത്ഥമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ബാംഗ്ലൂർ ആണെന്നാണ് കേൾக்கிறோம். மெய்யாவே நாங்க சொல்றது உங்களுக்கு புரியுதா? Can you understand our language? Okay? Hallelujah. Hallelujah. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മളോട് പറയണം. உங்களுக்கு புரிய முடியாட்டி நீங்க ஓபனா சொல்லுங்க. എപ്പോഴാണോ നിങ്ങൾ പൊസിഷനിലേക്ക് വരുന്നത്, எப்போது நீங்க அந்த பொசிஷனுக்குள்ள வரீங்களோ, എപ്പോഴാണോ നിങ്ങൾ പപ്പയുടെ ഭവനത്തിലേക്ക് വരുന്നത്, எப்போது நீங்க அப்பா வீட்டுக்குள்ள வரீங்களோ, ഇളയ പുത്രൻ അപ്പനെ വിട്ടു പുറത്തു പോയപ്പോൾ അവൻ പുത്രൻ തന്നെയാണ്. என்ன சன் அப்பா வீட்ல இருந்து வெளியே പോകുമ്പോൾ he son. പക്ഷേ അവന് അപ്പന്റെ ഒരു ബ്ലെസ്സിങ്സിനെ അവൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ஆனா அப்பாவுடைய எல்லா blessings-ஐயும் அவனால என்ஜாய் பண்ண முடியல. ഒരു സമ്പന്നനായ അപ്പന്റെ മകനാണ്. ആമേൻ. സെൽവന്തനായ ഒരു പിതാവിനുடைய ആമേൻ മകൻ. പക്ഷേ ഡേ ബൈ ഡേ അവൻ എന്താ പറയാ താഴോട്ട് പോവുകയാണ്. ஆனா ഡേ ബൈ ഡേ കീഴെ അവൻ പോയിക്കൊണ്ടിരുന്നു. അവന്റെ സമ്പത്ത്, ഫിനാൻസ്, അവന്റെ പൊസിഷൻ, അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവനെ നഷ്ടപ്പെടുകയാണ്. ഡേ ബൈ ഡേ ആമേൻ എല്ലാം ലോസ്റ്റ് ആവുന്ന ഒരു അനുഭവം. അവരുടെ ഫിനാൻസ്, അവരുടെ ഫെലോഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, എവരിതിങ് അത് ലോസ്റ്റ് ആവുന്ന ഒരു അവന്റെ അനുഭവം. ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു റിച്ച് പേഴ്സണായിട്ട്, സമ്പന്നനായിട്ട് ഇറങ്ങിയത്. ആമേൻ. അപ്പോൾ വീട്ടിൽ നിന്ന് വെളിയെ വരുമ്പോൾ റിച്ച് പേഴ്സൺ ആമേൻ ഐശ്വര്യവാനാണ്. പക്ഷെ അതിനകത്ത് അവൻ വർദ്ധിക്കുകയല്ല, ഇൻക്രീസ് ആവുകയല്ല ചെയ്തേ. എന്താ അവൻ ഡൗൺ ആയി താഴോട്ട്
താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്കിരുന്ന നെക്സ്റ്റ് ലെവൽ ഇൻക്രീസ് ആകവില്ല, കീഴ അവൻ ബ്ലസ്ഡ് ആകാത്തത് അവന്റെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ടല്ല, മൂലധനം ഇല്ലാത്തത് കൊണ്ടല്ല. ആമേൻ. അവൻ ബ്ലസ്ഡ് ആകാமல் இருப்பதற்குரிய റീസൺ അവൻ കയ്യിലെ ക്യാപിറ്റൽ ഇല്ലാത്തതിനാലല്ല. അവൻ വർദ്ധിക്കാത്തത്, അനുഗ്രഹിക്കാത്തതിന്റെ റീസൺ അവന്റെ കയ്യിൽ ആ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ടല്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മണി ഇല്ലാത്തത് കൊണ്ടല്ല. அப்போ அவன் ப்ளஸ்ட் ஆக நெக்ஸ்ட் வேலை ப்ளஸிங்ல மூவ் பண்ணாம இருக்க ரீசன் கேபிட்டல் இல்லாதனால, ஃபினான்ஸ் இல்லாதனால இல்ல. ഹല്ലേലൂയ. ആമേൻ. അവൻ സമ്പന്നനായിട്ട് ഇറങ്ങിയത്, പക്ഷേ എല്ലാം അവന്റെ കയ്യിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. ஆமென். அவன் ரிச் பர்சனாக தான் வெளியே வருகிறான், ஆனால் டே பை டே ஆமென் எல்லாம் லாஸ்ட் ஆகுறான் ஒருத்தவங்க. അവൻ പിതാവിന്റെ പ്രൊട്ടക്ഷനിൽ നിന്ന് അകന്നുപോയി. ஏனென்றால் பிதாவுடைய ப்ரொடெக்ஷன் கவரிங்ல இருந்து வெளியே போகிறான். അവൻ കവറിങ്ങിന് അകത്തുനിന്ന് പുറത്തു പോയി. அவன் அந்த கவரிங்ல இருந்து வெளியே போகிறான். ഹല്ലേലൂയ. ஹalleluya. ആമേൻ. അവൻ പിതാവിന്റെ ആ ഫെലോഷിപ്പിന് അകത്തുനിന്ന് അവൻ അകന്നുപോയി. ஆமென். ஃபாதருடைய அந்த ஃபெலோஷிப்ல இருந்து அவன் வெளியே போகிறான். ഹല്ലേലൂയ. എന്നാൽ യേശുവോടെ ലൈഫിന്റെ ബ്ലെസ്സിംഗ്, യേശുവ ഇൻ ദ വേൾഡ് ഏറ്റവും most rejected person, എല്ലാവരും തള്ളപ്പെട്ട ഉടയപ്പെട്ട ഒരു വ്യക്തിയാണ് യേശുവ. ആമേൻ. യേശുവ the most rejected person in this world. എല്ലാവരെയും പുറക്കടിക്കപ്പെട്ടതാണ് ഒരുവൻ. ഒരു സപ്പോർട്ട് ലഭിക്കാത്ത, ഒന്നിനും ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടില്ലാത്ത ഒരു പേഴ്സൺ ആണ് യേശുവ. എതിർക്കുമേ ഒരു മനുഷ്യനുடைய സപ്പോർട്ട്, ഉദവി கிடைக்காதതാണ് ഒരു നമ്പറാണ് യേശുവ. പക്ഷേ യേശുവയുടെ ലൈഫിൽ ആ ഗ്രേറ്റ് ബ്ലെസ്സിംഗിലേക്ക് വരാൻ കാരണം യാഹ്വേയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പിതാവുമായിട്ടുള്ള ബന്ധം അത് സ്ട്രോങ് ആയിരുന്നു. ஆனா യേശുവയുടെ வாழ்க்கையில எல்லா blessingனுடைய அடிப்படை relationship with the Father God, fellowship with Father God, பிதாவோடு இருக்கிற உறவு, அதுதான் அவருடைய ஆசீர்வாதம். ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ മിറാക്കിൾസ് യേശുവയുടെ കരത്തിലൂടെ നടന്നത്. ആമേൻ. இந்த உலகத்தில் இதுவரை நடந்ததுல மிகப்பெரிய அற்புதம் என்று சொல்வது യേശുവയുടെ കരങ്ങളിലൂടെയാണ് നടന്നത്. ഒത്തിരി ജനങ്ങൾ യേശുവയെ ഫോളോ ചെയ്തുകൊണ്ട് നടന്നു. ഏരാളமான ആയിരങ്ങൾ യേശുവയെ പിൻപറ്റി നടന്നുകൊണ്ടിരുന്നു. യേശുവയെക്കുറിച്ച് പറയുന്നത് മനസ്സലിവുള്ള ദൈവമെന്നാണ്. ആമേൻ. അവരെ കുറിച്ച് ആമേൻ சொல்கிறது മനദിറക്കമുള്ള ദൈവൻ, പാഷനുള്ള ദൈവം. ആമേൻ. മനദിറക്കമുള്ള കർത്താവ്. ഹല്ലേലൂയ. നിത്യ സ്നേഹത്തെ വളരെ സ്നേഹിക്കുന്ന, നിത്യ സ്നേഹത്തെ സ്നേഹിക്കുന്ന ദൈവം. ജനങ്ങളെല്ലാം നിശ്ചയം പിന്നാൽ നമ്മെ നേസിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഒരു ജനങ്ങളെ പോലും, ഒരു വ്യക്തിയെ പോലും ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, എല്ലാവരും ചേർത്ത് വെക്കുന്ന ഒരു ദൈവമാണ്. ആമേൻ. നമ്മുടെ അരുകാമയിലെ വരുகிற எந்த நபராக இருந்தாலும் ஒருவனை கூட புறக்கணிக்காமல், ரிஜெக்ட் பண்ணாமல் எல்லோரையும் சேர்த்து வைக்கிற கர்த்தர். ഹല്ലേലൂയ. അവൻ 10,000 പേഴ്സൺസ് ആണ്, ആളുകളാണ് യേശുവയെ ഫോളോ ചെയ്യുന്നത്. ആമേൻ. ഡേ ബൈ ഡേ 1000 10,000 இப்படி திரளான ஜனங்கள் அவரை ஃபாலோ பண்ணுகிறது. ഇത്രയും ആളുകൾക്ക് വേണ്ടി റെസ്റ്റ് ഇല്ലാതെ മിനിസ്റ്റർ ചെയ്യുന്ന ആളാണ് യേശുവ. ആമേൻ. അവர்களுக்காக ஓய்வில்லாமல் செயல்படுகிற ஒருவர் தான் യേശുവ. എന്നാൽ പ്രാർത്ഥനയുടെ സമയം വന്നാൽ, ஆனால் ஆமேன், the prayer time வரும்போது, പ്രാർത്ഥിക്കേണ്ട സമയം യേശുവയുടെ ജീവിതത്തിൽ വരുമ്പോൾ, ஆமேன், യേശുവയുടെ வாழ்க்கையில் the prayer time வரும்போது, യേശുവയുടെ കമ്പാഷൻ എവിടെ പോയെന്ന് നമുക്ക് അറിയത്തില്ല. ஆமேன், அதுவரை இருந்த அந்த compassion எங்க போச்சு என்று தெரிய முடியாது. യേശുവയുടെ ലവ് എവിടെ പോയി, ജനങ്ങളോടുള്ള സ്നേഹം എവിടെ പോയെന്ന് നമുക്ക് അറിയത്തില്ല. ஜனங்களோடு இருக்கிற அந்த affection, அந்த love, அது எங்க போச்சுன்னே தெரிய முடியாது. ഹല്ലേലൂയ. ஹalleluya. ആമേൻ. യേശുവയ്ക്ക് ജനങ്ങളോടുള്ള ആ അറ്റാച്ച്മെന്റ്, ആ റിലേഷൻഷിപ്പ് എവിടെ പോയെന്ന് നമുക്ക് അറിയത്തില്ല. ஆமேன். യേശുவுக்கு ஜனங்களோடு இருக்கிற அந்த relationship, அந்த attachment, அது எங்க போச்சுன்னே தெரிய முடியாது. എത്ര കരയുന്ന ആളുകളുണ്ടെങ്കിലും, எவ்வளவுதான் ப்ராப்ளம்ஸ்ல அழுகிறவர்கள் இருந்தாலும், എത്ര ഭാരപ്പെടുന്ന ആളുകളുണ്ടെങ്കിലും, எவ்வளவு பாரத்தோடு இருக்கிற நபர்கள் இருந்தாலும், എത്ര വേദനിക്കുന്ന ആളുകളുണ്ടെങ്കിലും, எவ்வளவுதான் வலியோடு இருக்கிற நபர்கள் இருந்தாலும், എത്ര പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിലും, எத்தனைதான் பிரயாசப்படுகிற நபர்கள் இருந்தாலும், ആമേൻ. പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ, ஒரு ஜெபத்தினுடைய நேரம் வரும் பொழுது, അത്രയും ജനങ്ങളെ വിട്ട്, அவ்வளவு ஜனங்களையும் விட்டு, അത്രയും ആളുകളെ യേശുവ വിട്ട്, அத்தனை ஆட்களையும் യേശുവ വിട്ട്, ആമേൻ. ഒറ്റയ്ക്ക് യേശുവ പിതാവിന്റെ അരികിലേക്ക് ഒരു മലയിലേക്ക് നമുക്ക് പോകുന്ന കാണാൻ സാധിക്കും. தனியாக ஒரு மலையில ஏறி போகிற യേശുவை நாம் பார்க்கிறோம். ഹല്ലേലൂയ. ஹalleluya. എത്ര രോഗികളുണ്ടെങ്കിലും യേശുവ സമയത്ത് മൈൻഡ് ചെയ്യത്തില്ല. ஆமென். எவ்வளவு பலவீனர்கள் இருந்தாலும் യേശുവ அந்த நேரத்துல மைண்ட் பண்ணவே மாட்டார். ഹല്ലേലൂയ. എന്നുവെച്ചാൽ യേശു പോകുന്നത് ആരുമില്ലാത്ത ഏകാന്തമായ ഒരു സ്ഥലത്തിലേക്കാണ്. ஆமென். அப்படி என்று சொன்னால் യേശുവ போவது யாருமே இல்லாத தனிப்பட்ட ஒரு இடம். അവിടെ വേറെ
ഒരു ഫെലോഷിപ്പ് ഇല്ല. Amen. അവിടെ അവിടെ എന്താണ് Amen. Yahweh and Yeshua. Amen. അവരുടെ ഇരുവർ மட்டும் இருக்கிறതാണ്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന സമയത്തും Amen. യേശു ജപിച്ച കற்றுக் കൊടുക്കുന്നതാണ് அந்த നേരത്തിലെയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പരസ്യമായി ജൽപ്പന ചെയ്യാതെ നിങ്ങൾ അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവോട് പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിക്കുന്നു. Amen. യേശുവാனவர் என்ன சொல்கிறார்? நீங்க மற்ற கபட பக்தர்களை போல அமேன் அவர்கள் நோய்களில் நின்று அமேன் வெளிப்படையாக ஜெபிக்கிறதை போல இராமல் ரகசியமாக ஒரு சீக்ரெட் பிளேஸ்ல ஏறி அந்த ரங்கத்தில் நீங்க ஜெபிங்கன்னு சொல்கிறார். നിങ്ങളുടെ പ്രാർത്ഥന വേറെ ആരും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പിതാവ് അറിയാൻ മാത്രമാണ്. Amen. உங்களுடைய ஜெபம் அது வேற யாரும் அறிய வேண்டிய தேவையில்லை. உங்களுடைய ஃபாதர் காட் அவர் மட்டும் அதை அறிந்தால் போதும். ഹല്ലേലൂയ. ഹല്ലേലൂയ. വേറെ ആർക്കും അത് മനസ്സിലായില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അല്ലയോ, ഇത് വേറെ ആർക്കും അറിയണ്ട. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ യേശു പറയാ, നിങ്ങൾ അറയിൽ കയറി രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. Amen. Hallelujah. நீங்க ஒரு spiritual prayerful person என்று சொல்லி யாரையும் நீங்க வெளிப்படுத்த வேண்டிய தேவையில்லை. யேசுவா என்ன சொல்கிறார்? நீங்கள் ஜெபிக்கும் போது அறைக்குள் பிரவேசித்து வாசலை அடைத்து அந்தரங்கத்தில் இருக்கிற பரலோக தகப்பனோடு கூட ஜெபிக்க. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റൂം, ആമേൻ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിന് ഒരു പ്രൈവറ്റ് റൂം ഉണ്ടായിരിക്കണം. ആമേൻ. அப்படி சொன்னால் உங்களுடைய spiritual lifeல ஒரு private room உங்களுக்காக இருக்க வேண்டும். ആ പ്രൈവറ്റ് റൂമിന്റെ ഗ്രീക്ക് പദം ടാമിയോൺ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈവറ്റ് റൂം എന്നതിനുடைய ഗ്രീക്ക് വേർഡ് ടാമിയോൺ. ആ ടാമിയോൺ എന്ന പദത്തിന്റെ അർത്ഥം ഇന്നർ ചേംബർ എന്നാണ്. ആമേൻ. അത് ടാമിയോൺ എന്നാൽ ഇന്നർ ചേംബർ. ആമേൻ. ടാമിയോൺ എന്ന പദത്തിന്റെ അർത്ഥം ആമേൻ ഒരു സീക്രട്ട് പ്ലേസ് എന്നാണ്. ടാമിയോൺ அப்படின்னு சொன்னா സീക്രട്ട് പ്ലേസ്. ടാമിയോൺ എന്ന പദത്തിന്റെ അർത്ഥം പ്രൈവറ്റ് റൂം എന്നാണ്. ആമേൻ. ടാമിയോൺ മീൻസ് പ്രൈവറ്റ് റൂം. ഹല്ലേലൂയ. എല്ലാവരും ആ വേർഡ് ഒന്ന് ഡിക്ലെയർ ചെയ്ത് ടാമിയോൺ. ആമേൻ. ടാമിയോൺ. ഹല്ലേലൂയ. ടാമിയോൺ. ആമേൻ. നമ്മുടെ എല്ലാവരുടെ പേഴ്സണൽ ലൈഫിനകത്ത് സ്പിരിച്വൽ ലൈഫിൽ ഇന്ന് പകൽ ഒരു ടാമിയോൺ തുറക്കപ്പെടണം. ആമേൻ. എല്ലാവരുടെയും നമ്മുടെ തനിപ്പെട്ട ജപ வாழ்க்கையில സ്പിരിച്വൽ ലൈഫിൽ എല്ലാവർക്കും ഒരു ടാമിയോൺ തുറക്കപ്പെടണം. ഇന്ന് അതിനെയൊന്ന് നിങ്ങളൊന്ന് കൺഫസ് ചെയ്തേ, അപ്പൊ എന്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു ടാമിയോൺ ഓപ്പൺ ആകണമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ചില പേര് എനിക്ക് കൺഫസ് பண்ண வாஞ்சிக்கிறீங்க. அப்பா என்னுடைய தனிப்பட்ட வாழ்க்கையில ஒரு டாமியோன் திறக்கப்படுவதாக. ടാമിയോണിലേക്ക് വേറെ ആർക്കും എൻട്രൻസ് ഇല്ല. ആമേൻ. அந்த ടാമിയോൻക്കുള്ള ആമേൻ നോ പെർമിഷൻ ഫോർ എനിബഡി. ആമേൻ. അതെന്റെ വൈഫ് ആയിരിക്കാം, എന്റെ ഹസ്ബൻഡ് ആയിരിക്കാം, എന്റെ ചിൽഡ്രൻ ആയിരിക്കാം, എന്റെ ടാമിയോണിലേക്ക് അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല. ഹല്ലേലൂയ. അതിനുடைய ആമേൻ ரொம்ப நெருங்கியவருடைய மனைவியா இருக்கலாம், கணவனாக இருக்கலாம், சில்ட்ரன்ஸாக இருக்கலாம், ஆனால் யாருக்குமே அதில நோ என்ட்ரி. എത്ര പേർക്ക് അങ്ങനെ ഒരു ടാമിയോൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്? ആമേൻ. ഇതിൽ എത്ര നബറുകൾക്ക് അപ്പോൾ ഒരു ടാമിയോൺ വേറെ ആർക്കും പ്രവേശിക്കുവാൻ അനുവാദമില്ലാത്ത ഒരു രഹസ്യ ബന്ധം നിങ്ങളുടെ കർത്താവുമായി ഉണ്ടെന്ന് ഉറപ്പുള്ളവർ, എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ടാമിയോൺ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രമെന്ന് പ്രൈസ് ചെയ്യാവോ? அப்படி ஒரு சீக்ரெட் ரிலேஷன், ஒரு சீக்ரெட் ரூம். ஆமென். வேற யாருக்கும் உறவு கொள்ள முடியாததான ஒரு சீக்ரெட் ரிலேஷன்ஷிப் என்னுடைய தகப்பனோடு கூட எனக்கு இருக்கிறது என்று சொல்லி இதுல எத்தனை நபர்களுக்கு உறுதியாக சொல்ல முடியும்? ഹല്ലേലൂയ. ഹല്ലേലൂയ. ടാമിയോണിന്റെ അകത്ത് വേറെ ഒരു വ്യക്തിക്കും അനുവാദമില്ല. അവിടെയുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഞാനും എന്റെ കർത്താവും മാത്രം, ഞാനും എന്റെ പരിശുദ്ധാത്മാവും മാത്രം ചേരുന്ന, ഞാനും എന്റെ ഹോളി സ്പിരിറ്റും മാത്രം ബന്ധപ്പെടുന്ന, ഞാനും എന്റെ പരിശുദ്ധാത്മാവും ഒന്നായി ചേരുന്ന ഒരു ഇന്നർ ചേംബറാണ്, ഒരു സീക്രട്ട് പ്ലേസ് ആണ് എന്റെ ടാമിയോൺ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. அந்த இடத்துல நானும் என்னுடைய பரலோக தகப்பனும், நானும் என்னுடைய ஆவியானவர் மட்டும், நானும் என்னுடைய இயேசுவானவர் மட்டும், அந்த இடத்தில் வேற எந்த நபருக்கும் அனுமதி இல்லை. அப்படி ஒரு ரகசிய இடம், அப்படி ஒரு ரகசிய உறவு, அதுவே என்னுடைய டாமியோன். இந்த நாள் எத்தனை பேர் சொல்லுங்க, அப்படி ஒன்று என்னுடைய வாழ்க்கையில் இருப்பதாக. ഇതുവരെ അങ്ങനെ ഇല്ലെങ്കിൽ ആമേൻ, അങ്ങനെ ഒരു ടാമിയോൺ നിങ്ങളുടെ ലൈഫിൽ തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. இதுவரைக்கும் உங்களோட வாழ்க்கையில் அப்படி ஒரு டாமியோன் இல்லாவிட்டால் இந்த நாளில் ஒப்பனாக நாங்கள் காமிச்சிருக்கோம். ആർക്കും അറിയാത്ത ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിലേക്ക്, ഒരു രഹസ്യ ബന്ധത്തിലേക്ക്, ഒരു
റിലേഷൻഷിപ്പിലേക്ക് ഇപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണക്ട് ചെയ്യട്ടെ. வெளியுலகத்துல எந்த நபருக்கும் தெரியாததான ஒரு சீக்ரெட் ரிலேஷன்ஷிப், உலகத்துல தெரியாததான ஒரு பர்சனல் ரிலேஷன்ஷிப், அதுக்கு பரலோகத்துல நாள் உங்களை கனெக்ட் അവിടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവൻ ഡീപ്പസ്റ്റായി ആഴങ്ങളിലേക്ക് നീയും പിതാവും തമ്മിലുള്ള, നിങ്ങൾ യേശുവായി തമ്മിലുള്ള, പരിശുദ്ധമായിട്ടുള്ള ആ സ്ട്രോങ് റിലേഷൻഷിപ്പിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥലമാണ്. அந்த இடம்தான் உங்களுக்கும் உங்களுடைய கர்த்தருக்கும் இருக்கிறதான உறவு ஆழங்களுக்குள்ளாக டீப்பர் 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 லெவலுக்கு கொண்டு போகுதான இடம்தான் சாத்தியம். യേശു പിതാവും തമ്മിലുള്ള ആ രഹസ്യ സ്ഥലത്തിന് ജാമ്യമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവും പിതാവും இருக்கிறதான அந்த രഹസ്യ ഇടം, സീക്രട്ട് പ്ലേസ്, அதுதான் சாத்தியம். എപ്പോഴും നടക്കുന്ന 12 ശിഷ്യന്മാരുണ്ട്. യേശുവോട് കൂടെ എപ്പോഴും இருக்கிறதான 12 ഡിസൈപ്പിൾസ്, 12 ശിഷ്യர்களോട് കൂടെ இருக்கிறார். അതുകൂടാതെ എപ്പോഴും ഏത് സമയത്ത് കൂടെ പോകുന്ന 3 വ്യക്തികൾ വേറെയുണ്ട്. അതില്ലാമ എപ്പോഴും എല്ലാ നേരത്തിലും இருக்கிற സ്പെഷ്യലാണ് 3 നபர்கள் இருக்கிறார். പ്രവേശനമില്ലാത്ത സ്ഥലത്ത് പോലും പ്രവേശിക്കാൻ കഴിയില്ല. ഇവர்கள் 3 നபர்கள் മറ്റവർക്ക് എൻട്രി ഇല്ലാത്ത ഇടത്തിൽ കൂടെ ഇവർക്ക് പോകാൻ കഴിയും. ബാക്കി 9 പേരും യേശുവിന്റെ രൂപാന്തരപ്പെട്ട ബോഡിയെ കണ്ടില്ല. ഈ 3 പേരാ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ ഉരുമാറ്റം അടങ്ങിയ ശരീരത്തെ ഇവர்கள் 3 പേർ மட்டும் தான் பார்த்தாங்க, 9 പേർ பார்க்கவில்லை. എന്നാൽ അതിനകത്ത് വീണ്ടും ഒരു വ്യക്തി കൊണ്ടുണ്ട്, മാർബോർഡ് എപ്പോഴും ചാരി കിടക്കുന്ന യോഹന്നാൻ. അതിൽ ഒരു സ്പെഷ്യൽ പേഴ്സൺ ജോൺ, എപ്പോഴും മാർബോർഡ് സാന്നിധ്യത്തിലാണ് ജോൺ. എന്നാൽ ജാമ്യോണിലേക്ക് ചെന്നാൽ ഇവിടെ ഇവർക്കാർക്കും അതിനകത്ത് അലോഡല്ല. അവിടെ യേശുവും പിതാവും മാത്രമേ ഉള്ളൂ. ആ ഒരു റിലേഷൻഷിപ്പ് ഇന്ന് പകലാകെ ഒരു ജാമ്യോ, ഒരു അസാധാരണമായ ജാമ്യോൺ எந்த நபருக்கும் இந்த 12 நபர்கள் யாருக்குமே என்றாக முடியாததாக பிதாவும் യേശുவும் மட்டும் இருக்கிறதான ரகசிய இடம், அந்த இடத்தில் வேற ஒரு நபருக்கும் பிரவேசனம் இல்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ജാമ്യോണിലേക്ക് പ്രവേശനം അടുത്ത യേശു പറയുന്നത് after shutting the door, അവൻ വാതിൽ അടയ്ക്കുകയാണ്. அதற்கு பிறகாக next word என்ன சொல்கிறது? வாசலை அடைத்து shutting the door. ആ വാതിൽ അടയ്ക്കുക എന്നതിന്റെ ഗ്രീക്ക് പദം ക്ലിയോ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. அந்த door close பண்ணுவதற்கான அந்த கிரீக் வேர்ட் என்று சொல்வது ക്ലിയോ. ഹല്ലേലൂയ. ക്ലിയോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥമാണ് അനുകമ്പയില്ലാത്ത രീതിയിൽ, ആരോടും മനസ്സലിവില്ലാത്ത രീതിയിൽ, ആരോടും അനുകമ്പയില്ലാത്ത രീതിയിൽ വാതിൽ അടച്ചു ലോക്ക് ചെയ്യുന്ന ക്ലിയോ എന്ന പദത്തിന്റെ അർത്ഥം. without compassion. Hallelujah. எவ்வளவு வேதனையான நபராக இருந்தாலும் எந்த கம்பேஷனுமே இல்லாமல் வாசலை அடைக்கிற அனுபவம் தான் அவன் கிளியோ. വളരെ ഡീപ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ നിങ്ങളുടെ കൂടെ കാണും. சில நேரத்துல டீப் ரிலேஷன்ஷிப்ல இருக்கிற நபர்கள் உங்களோட கூட இருப்பாங்க. ലൈഫ് പാർട്ണർ നിങ്ങളുടെ കൂടെ കാണും. உங்களோட லைஃப் பார்ட்னர் உங்க கூட இருக்கலாம். ചിൽഡ്രൻസ് നിങ്ങളുടെ കൂടെ കാണും. உங்க பிள்ளைகள் ചിൽഡ്രൻസ് ഉங்க கூட இருக்கலாம். പേരൻസ് നിങ്ങളുടെ കൂടെ കാണും. உங்க പേരൻസ് ഉங்களோட கூட இருக்கலாம். റിലേറ്റീവ്സ് നിങ്ങളുടെ കൂടെ കാണും. റിലേറ്റീവ്സ് இருக்கலாம். യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. ஆனால் യേശുവാനവർ ജപിക്കാൻ കற்றுக் കൊടുക്കുന്ന കൂടെ சொல்லி கொடுக்கிற കാര്യം ഇത്. ജാമ്യോണിൽ പ്രവേശിച്ചാൽ hallelujah, when you enter into that chariot, the chariot will be here over. shutting the door. Cleo, shutting the door. Cleo. എന്നുവെച്ചാൽ ആരോടും കമ്പാഷൻ ഇല്ലാത്ത രീതിയിൽ വാതിൽ അടയ്ക്കുക. without compassion, യാതൊരുതരം compassion ഇല്ലാത്ത നിലവാരത്തിൽ close the door. നിങ്ങളുടെ പ്രയർ ടൈമിനെ മറ്റൊരാൾക്ക് വീതിച്ചു കൊടുക്കാതിരിക്കുക. சொன்னால் உங்களுடைய ஜெப நேரத்தை எல்லாருக்கும் பங்கு பகிர்ந்து கொடுக்க கூடாது என்று சொல்கிறார். உங்களுடைய முதலிடம் அது எப்பொழுதும் உங்களுடைய கர்த்தருக்கு கொடுக்க வேண்டும். അങ്ങനെ ഒരു സ്പിരിച്വൽ ലൈഫിനെ നിങ്ങളൊന്ന് ബിൽഡ് ചെയ്തെടുത്താൽ இப்படி ஒரு ஸ்பிரிச்சுவல் லைஃபை நீங்க பில்ட் பண்ணி எடுத்தீங்கன்னு சொன்னா പിതാവ് നിങ്ങളുടെ ലൈഫിൽ ആധികാരികമായി ഗ്ലോറിഫൈ ചെയ്യപ്പെടും. வாழ்க்கையிலே ஆசீர்வாதமாக பகிர்கிறார். തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്
അതുപോലെ പിതാവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ജനറേഷനായി ഇന്ന് പിതാവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കുകയാണ്. പിതാവിന്റെ മഹിമയെ വെളിപ്പെടുത്തുന്ന ഒരു ജനറേഷനാണ് പിതാവായ യഹോവയുടെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നിങ്ങളുടെ അനേകർ അനുഭവിക്കാൻ പോകുകയാണ്. എന്റെ ലൈഫിനകത്ത് ഞാനൊരു കാവ്യം തുറക്കാൻ പോകുകയാണ്. എന്റെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ഞാനെന്റെ കർത്താവ് മാത്രമായി അവൻ ഒത്തുകൂടുന്ന ചില സമയങ്ങൾ, ചില നിമിഷങ്ങൾ എന്റെ ലൈഫിൽ ഞാൻ തുറക്കാൻ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തിരക്കുകൾ വന്നാലും എത്ര ബിസി ആയാലും എത്ര നമ്മുടെ ലൈഫിൽ നമ്മൾ ബിസി ആയി പോയാലും നിങ്ങളുടെ ലൈഫിൽ ജാമ്യം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. என்னெல்லாம் விஷயங்கள் நம்முடைய வாழ்க்கையில இருந்தாலும் உங்களுக்கு நிச்சயமாகவே அந்த ஜாமியம் ഞാൻ പുസ്തകത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു, നിങ്ങളുടെ ഫെലോഷിപ്പ്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇന്ന് പകൽ ഒരു മടങ്ങി വരുന്നതിനുള്ള ലൈഫിനകത്ത് ഉണ്ടാകും. നഷ്ടപ്പെട്ടു പോകുന്ന നബർദാൻ നിങ്ങൾ എന്ന് சொன்னால் இன்னைக்கு റിട്ടേണിംഗ് ബാക്ക് തിരുമ്പി വരുന്ന അനുഭവങ്ങളുടെ വാക്കിയാണ്. ഞാനൊരു ദൈവശബ്ദം കേൾക്കുന്നു, ഇത് പറയാൻ എന്നോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ സകല പ്രശ്നത്തിനകത്തും ഒരു പരിഹാരമുണ്ട്. ഇത് சொல்லும்போது நான் தேவ சத்தத்தை கேட்கிறேன், உங்களுடைய சகல பிரச்சனைகளுக்கும் ஒரு பரிகாரமுண்டு. ഒരു പ്രോബ്ലം പോലും നിങ്ങളുടെ ജീവിതത്തിനകത്തില്ല. There's no problem without a solution in Christ. ഇത് ചിലർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പ്രൊഫറ്റിക്കൽ ഹോൾ എന്ന് പരിശുദ്ധത പറയുന്നത്. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നം പോലും നിങ്ങളുടെ ജീവിതത്തിനകത്തില്ല. ഇത് ചില നബர்கள் വായിച്ചതിനാലാണ് ആവിയാനവരുടെ சொல்கிறார், ഒരു സൊല്യൂഷൻ ഇല്ലാത്തതാണ് എന്ത പ്രശ്നയും ഇപ്പോഴും നമ്മുടെ வாழ்க்கைയിലില്ല. ഞാൻ അടുത്തൊരു ദൈവശബ്ദം കേൾക്കുന്നു, അവൻ വർഷങ്ങളായ നാളുകളായ മാസങ്ങളായ ചില പ്രശ്നത്തിന് ഇന്നും പകൽ സ്വർഗ്ഗം ചില സൊല്യൂഷൻ അയക്കാൻ പോകുകയാണ്. இந்த நாடு பரலோக சில சொல்யூஷன்களை உங்களுடைய வாழ்க்கையில் നാളുകളായ വിഷയങ്ങൾ ഇതിനകത്ത് പരിഹാരമില്ല എന്ന് ഓർത്ത് മടുത്തുപോയ, നിങ്ങൾ മടുത്തുപോയ വിഷയത്തിന്റെ അകത്ത് പോലും ഇന്ന് സ്വർഗത്തിലെ സൊല്യൂഷനെ അയക്കാൻ നിശ്ചയமாக വെളിപ്പെടും എന്നതാണ് ഒരു കാര്യം ഞങ്ങൾ വെറുതെ പറയാറില്ല. ഞങ്ങൾ പറയുന്ന വചനങ്ങൾ ഞങ്ങൾ എപ്പോഴും ഡിക്ലെയർ ചെയ്യും. അതൊരു സന്ദേശം മാത്രമല്ല, അത് ചില റിലങ്ങളെ തുറക്കുന്നതാണ്, ചില ലെവലുകളെ ഓപ്പൺ ചെയ്യുന്നതാണ്, ചില റിലങ്ങളെ തുറക്കുന്നതാണ്. ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എന്ത് ഡിക്ലെയർ ചെയ്യുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യും. நிச்சயமாக அந்த வேர்ட்ஸ் உங்கள் வாழ்க்கையில சில ரலங்களை ஓபன் ஆக்குகிறதாக உங்கள் வாழ்க்கையில் செயல்படும். നമ്മൾ പറയുന്ന ഓരോ വേർഡും ദൈവമക്കളെ അത് സ്പിരിച്വൽ റിലത്തെ അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. സ്പിരിച്വൽ റിലത്തെ അത് തിരിക്കുവാൻ തുടങ്ങും. നമ്മൾ சொல்கிறதான ஒவ்வொரு வார்த்தையும் அன்பான தேவ பிள்ளைகளே அந்த ஸ்பிரிச்சுவல் റിലത്തെ കോൺകർ பண்ணாத കൺട്രോൾ பண்ணாத. ദൈവമക്കളെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പവർ കാണുന്ന ഒരു ശക്തി നിങ്ങൾക്ക് തോന്നത്തില്ല. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തിനും നിങ്ങളുടെ വാക്കുകൾക്കും ഭയങ്കര പവർ. ആമേൻ ഹല്ലേലൂയ. ചില നേരത്തിൽ ദൈവ പിള്ളേകളെ നമ്മൾ பார்க்கும்போது நமக்கு எந்த பவரும் எந்த அத்தாரிட்டி இல்லாத மாதிரி இருக்கலாம். ஆனா நம்முடைய faith ஆமேன் நம்ம யூஸ் பண்றதான word of God அது அசாதாரணமான வல்லமை இருக்கு. ഹല്ലേലൂയ. വിശ്വാസവും വിശ്വാസത്തിന്റെ ഡിക്ലറേഷനുമുള്ള ഒരു ദൈവ
പൈതലിനെ ഒരു പിശാചിനും നശിപ്പിക്കാൻ കഴിയത്തില്ല. അവന്റെ ഫ്യൂച്ചറിനെ അടയ്ക്കാൻ പറ്റത്തില്ല. അവന്റെ വാതിലിനെ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. இது ரெண்டும் இருக்கிற ஒரு நபருடைய வாழ்க்கையில எந்த அந்தகார வல்லமைகளுக்கும் எந்த வாசலையும் அடைக்க முடிவதில்லை. நிச்சயமாக அவர்களுக்கு முன்பதாக அசாதாரணமான வாசல்கள் திறக்கப்படும். சத்ருவானவன் மிக அதிகமாக அட்டாக் பண்ணுவது என்ன தெரியுமா? உங்களுடைய faith நெகட்டிவ் தாட்ஸ் கொண்டு வந்து உங்களுடைய faith relative தான் க்ளோஸ் பண்ணுவாங்க. വിശ്വാസത്തെ ബ്ലോക്ക് ചെയ്താൽ നിശ്ചയമായിട്ടും പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ ജയിച്ചു. ஏனென்றால் அந்த விசுவாசத்தை சத்ருவானவன் பிளாக் பண்ண சொன்னா அவங்களுக்கு ஏற்படுது. നിങ്ങളുടെ വിശ്വാസത്തെ ഡൗൺ ആക്കിയാൽ അവൻ നിശ്ചയമായിട്ടും ജയിച്ചു കഴിയും. உங்களுடைய faith down பண்ணினா enemy already win பண்ணியாச்சு. ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയൊരു വെപ്പണാണ് faith and word എന്നുള്ളത്. ஏனென்றால் நம்மை பொறுத்த அளவுக்கு faith in the word அது ரெண்டும் நமக்கு கத்து தந்திருக்கிற வெப்பன்ஸ். നിങ്ങളുടെ വിശ്വാസത്തെ അവനെ തകർക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ഫിനാൻസിനെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഫിസിക്കലി രോഗത്തെ കൊണ്ടുവരും. ഇതെല്ലാമാണ് അവൻ ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തെ തൊടാൻ പറ്റിയില്ലെങ്കിൽ അവൻ അധിക നാളെ നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സകലത്തെയും നിങ്ങളുടെ ലൈഫിൽ റിസ്റ്റോർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. உங்களை ஃபெய்த் தொடவே முடியல. உங்களுடைய ஃபினான்ஸ், உங்களுடைய ஹெல்த் enemy டச் பண்ண அப்படி சொன்னா ஹalleluya ஒரு லாங் டைமுக்கு அவங்களை தொட முடிவதில்லை. நிச்சயமாக உங்களுக்கு முன்பாக சத்துரு தோற்கடிக்கப்படுவார்கள். അതുകൊണ്ട് കർത്താവ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. அதனால்தான் வடகோடு சொல்கிறது விசுவசிக்கிறவர்களால் நடக்கிற அடையாளங்கள் ஆகின. നിങ്ങളുടെ അകത്തൊരു അല്പം വിശ്വാസമുണ്ടെങ്കിൽ, faith ഉണ്ടെങ്കിൽ ഈ അടയാളങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങും. உங்களோட உள்ளத்தில் ஒரு faith இருந்தால் இந்த அடையாளங்கள் எல்லாம் உங்களை பின்பற்றும். இந்த அடையாளங்கள் உங்களை பின்பற்றும். ഇന്ന് പകൽ ആ faith, ആ word declaration നിങ്ങളുടെ ലൈഫിനകത്തുണ്ടെങ്കിൽ ദൈവപുത്രന്മാരെ നിങ്ങളെ പിന്നെ ബ്ലോക്ക് ചെയ്യാൻ ഒരു ഡീമനും കഴിയത്തില്ല, ഒരു പിശാചിനും കഴിയത്തില്ല. സകല പ്രശ്നത്തിനകത്തും സ്വർഗ്ഗം നിങ്ങൾക്ക് സൊല്യൂഷൻ തരുവാൻ തുടങ്ങും. ആമേൻ. அந்த faith, அந்த word declaration உங்களுடைய வாழ்க்கையில இருந்தால் தேவபுத்திரர்களே പിന്നെ எந்த எனிமிக்கும் உங்களை தொட முடிவதில்லை. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ അവൻ തീരുമാനമെടുത്ത് ഞാൻ ഈ ബോർഡ് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇതിനകത്ത് ആരൊക്കെയോ ചിന്തിച്ചു, ഇതിനകത്ത് ആരൊക്കെയോ പറഞ്ഞു എന്റെ പ്രശ്നത്തിനകത്തൊരു മാറ്റം വരികയോ, എന്റെ രോഗത്തിൽ ഒരു വിടുതലുണ്ട്, എന്റെ ലാൻഡ് ഇഷ്യൂ, എന്റെ ഫിനാൻസിനകത്തൊരു വ്യത്യാസം ഉണ്ടാകുകയെന്ന്. അതുകൊണ്ട് ഈ പ്രൊഫറ്റിക്കൽ വേർഡ് പരിശുദ്ധാത്മാവ് ഡിക്ലെയർ ചെയ്ത് ചില സൊല്യൂഷനുകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. யாரெல்லாமோ என்னுடைய விஷயத்துக்கு ஒரு மாற்றம் வராதா என்று சொல்லி ஏங்கிக் கொண்டிருந்தீங்க. அதனால்தான் ஆவியானவர் இந்த தீர்க்கதரிசன வார்த்தையை உங்களுக்கு കർത്താവ് നിങ്ങളുടെ വിഷയത്തിനകത്ത് ഭയങ്കര സൊല്യൂഷനെ അയക്കാൻ പോവുകയാണ്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ചില ആധിപത്യങ്ങൾ, ചില അതോറിറ്റികൾ, ചില അഭിഷേകത്തിന്റെ പകർച്ചകൾ സ്വയം നിങ്ങളുടെ ലൈഫിലേക്ക് അയക്കാൻ പോവുകയാണ്. ചില അധികാരങ്ങൾ, ചില അതോറിറ്റികൾ ഇതുവരെ മടുത്തുപോയ ചില വിഷയത്തിനകത്ത് അധികാരത്തോടെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് പ്രേസ് ചെയ്ത് തുടങ്ങിയാട്ടെ. ശബ്ദം ഉയർത്തി ഒന്ന് പ്രേസ് ചെയ്ത് തുടങ്ങിയാട്ടെ. വിട്ടുപോയ മകൻ പിതാവിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അത് വീണ്ടും അവന്റെ ലൈഫിൽ യഥാസ്ഥാനപ്പെടുവാൻ തുടങ്ങി. ആ റിസ്റ്റോറേഷൻ അവിടെ സംഭവിക്കാൻ തുടങ്ങി. திரும்பி வந்தபோது அவனுடைய வாழ்க்கையில் அவன் என்ன எல்லாம் இழந்து போனாலோ அதெல்லாம் அவனுடைய வாழ்க்கைக்கு ரெஸ்டோர் ஆனாங்க. ஏனென்றால் கொஞ்சம் செல்வம் அவனுடைய கருத்துல வந்தபோது அவனுடைய பொசிஷனை மறந்துപോയി. ஹல்லேலூயா. அவனுடைய பொசிஷனை மறந்து போய்விட்டான். அவனுடைய பதவியை மறந்துപോയി. அவனுடைய பதவியை மறந்து விடுகிறான். ഒരു റിച്ച് പേഴ്സൺ ഒരു അപ്പന്റെ മകനാണെന്നുള്ള ആ പദവി അവൻ മറന്നുപോയി. ഹല്ലേലൂയ. ഒരു ഐശ്വര്യവാനാകിയ തകപ്പന്റെ പിള്ളை എന്നതാണ് പദവി അവൻ മറന്നു. ഹല്ലേലൂയ. അവൻ സ്റ്റേ ചെയ്യുന്ന അവന്റെ ഭവനത്തെ അവൻ മറന്നുപോയി. അവൻ ഇരുന്നവരുടെ വീട്ടை അവൻ മറന്നു വിടുகிறான். ഈ ഇല്ലത്തിൽ നിന്ന് അവൻ അകന്നു പോയതുകൊണ്ടാണ് അവന് കേറി വരാൻ പറ്റാതെ അവൻ ഓരോ ദിവസവും ഡൗൺ ആയി പോയിക്കൊണ്ടിരുന്നത്. இந்த இடத்தை விட்டு அவன் கீழே
സ്റ്റേജ് വന്നതിനാലല്ല, ഡേ ബൈ ഡേ അവൻ അപ്പാവിനെ വിട്ട് ദൂരമായി. പരിശുദ്ധാത്മാവ് നിങ്ങളെ എൻകറേജ് ചെയ്യാം. എന്താണെന്നറിയോ? യാഹോവയുടെ ഭവനത്തിലേക്ക്, യാഹോവയുടെ സാന്നിധ്യത്തിലേക്ക്, ഭവനത്തിലേക്ക് നിങ്ങൾ കയറി വരുവാൻ. ആമേൻ. യാഹോവ இன்னைக்கு உங்களை என்கரேஜ் பண்ணுகிறார். ஆமென். திரும்ப அப்பாவுடைய வீட்டுக்கு ஏறி வருவீங்க. അപ്പന്റെ ഭവനത്തിലേക്ക്, ആ അപ്പന്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുക. ആമേൻ. അപ്പാവുடைய വീட்டுக்குள்ள അപ്പാവുடைய പ്രസന്നത്തിൽ ഏറി വരുമ്പടിயாக പരിശുദ്ധ ആവിയാനവർ ഉള്ളിലേക്ക് വരുന്നു. ഹല്ലേലൂയ. എത്ര പേർ അതിന് റെഡിയാണ്? എത്ര പേർ റെഡിയാണ്? ഹല്ലേലൂയ. ആ പ്രസൻസിലേക്ക്, ആ പൊസിഷനിലേക്ക് എനിക്ക് മടങ്ങി വരണം. ഓ, the presence കുള്ള, அந்த പൊസിഷൻ കുള്ള എവിടെയാണ് മക്കളെ? നിങ്ങളെ കോൺഷ്യസിന്റെ അകത്ത് നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ ഒരു ദൈവപുത്രനാണെന്ന്. ആമേൻ. எந்த இடத்துல ஒரு திரும்பி வருது, ரிட்டர்னிங் எந்த இடத்துல நடக்கணும்? your consciousness. ஆமென். உங்களுடைய சிந்தைக்குள்ள ஆமென் நீங்க புரிந்து கொள்ள வேண்டும். ஆமென். நான் ஒரு தகப்பனுடைய பிள்ளை. ஹalleluya. കോൺഷ്യസിന്റെ അകത്ത് തിരിച്ചറിയണം, എനിക്കൊരു ആമേൻ ഒരു അപ്പനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ കോഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ஆமென். ஆனால் நம்முடைய மனதுடைய சிந்தனை என்னன்னு தெரியுமா? நான் ஒரு சாதாரணமான மனுஷன், என்னால இதெல்லாம் முடிவதில்லை, என்னோட வாழ்க்கையில் ஒரு உயர்வு வருவதில்லை, இப்படிதான் என்னுடைய வாழ்க்கை முன்னாடி போக போகுது, இப்படி ஒரு சிந்தனையில தான் நான் செயல்பட்டு கொண்டிருக்கேன். ഞാൻ ഒത്തിരി ദൈവവചനം കേൾക്കുന്നുണ്ട്, പുത്രത്വത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട്, പലതും എനിക്കറിയാം, പല നോളജ് എനിക്കുണ്ട്. പക്ഷേ എന്റെ മനസ്സിനകത്ത് ഞാൻ ചിന്തിക്കുന്നത് മുഴുവൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല, എനിക്കൊരു വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല, ഐ ആം നത്തിങ്, ഞാൻ ഒന്നുമല്ല, ഞാൻ സാധാരണ മനുഷ്യനാണ്. ഇങ്ങനെ നെഗറ്റീവ് പ്രോഡക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ஆமென். ஹalleluya. நான் ஏராளமான தெய்வ செய்திகளை கேட்கிறேன், சந்திப்பு பொழுதான மெசேஜஸும் எனக்கு தெரியும். ஆனால் என்னுடைய மனம் என்னிடத்தில் சொல்கிறது, ஓ என்ன வயசுல எந்த காரியமே நடக்கல, நான் சாதாரண மனுஷன், இப்படிதான் என்னுடைய வாழ்க்கை போக போகுது. എന്നാൽ ഇന്ന് സ്വർഗം നിങ്ങളെ കമ്പൽ ചെയ്യുക. എന്താണെന്നറിയോ? നിങ്ങളുടെ പൊസിഷനിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി വരാം. ஆமென். ஹalleluya. ஆனால் இன்றைக்கு பரலோகம் உங்களை கம்பல் பண்ணுகிறது, உங்களுடைய பதவிக்கு நேராக நீங்க திரும்பி வருவீங்க. ഐസക്കിന് 2 മക്കളാ. ആരൊക്കെയാ 2 മക്കൾ? ഐസക്കിന് 2 പിള്ളേര്. யாரெல்லாம்? ഏശാവും യാക്കോബും. ആമേൻ. ഈസാവും യാക്കോബും. അല്ലേ? ഒരപ്പന് 2 മക്കളും ചിലപ്പോൾ തുല്യരായിരിക്കാം. ആമേൻ. ഒരു തകപ്പനക്ക് 2 പിള്ളേരും ഒരുപോലെ ഈക്വൽ ആയിരിക്കില്ല. പക്ഷേ ഏശാവിനെ കുറിച്ച് പറഞ്ഞു, ഏശാവ് വേട്ടയിൽ സമർത്ഥനാണെന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. அந்த ஈசாவை குறித்து அவன் வார்த்தை சொல்கிறது, அவன் வேட்டையாடுவதில் திறமை பெற்றவனாக இருந்தான் என்று சொல்லி. ആമേൻ. അവൻ ആദിജാതനായ ഏശാവ് എന്ന് പറയുന്നത്. ആമേൻ. അവൻ முதல் பேரான குமாரன், ആദിജാതൻ, ഫസ്റ്റ് ബോൺ. അതാണ് ഈസാ. എന്നാൽ യാക്കോബിനെ കുറിച്ച് പറഞ്ഞത് യാക്കോബ് കൂടാരവാസിയാണെന്ന് പറയുന്നത്. ஆனால் ജേക്കബ് குறித்து சொல்கிறது കൂടാരവാസി. ഇസഹാക്ക് ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ആ ഫസ്റ്റ് ബോണെ ആദിജാതനെ അധികം സ്നേഹിച്ചു എന്ന് പറയും. ஆமென். அந்த தகப்பன் ஆமென் ஐசக் ஆமென் தன்னுடைய மூத்த மகனுடைய அந்த வேட்டைக்கறியில ரொம்ப அந்த ருசியா அந்த இருந்ததுனால அந்த எல்ட சன்ன அதிகமாக நேசித்தார் என்று சொல்லுகிறது. ഹല്ലേലൂയ. ഏശാവിനെ പിതാവ് അധികം സ്നേഹിച്ചു, കാരണം അവൻ വേട്ടയിൽ സമർത്ഥനായ വ്യക്തിയാണ്. ஆமென். ஏசாவை பிதாவானவர் அதிகமாக அன்பு கொண்டார். ஏன்? அவன் வேட்டையில திறமை பெற்றிருந்தவராக இருந்தது. യാക്കോബിനെ കുറിച്ച് പറയുന്നത് അവൻ കൂടാരവാസിയായ വ്യക്തിയാണെന്ന് പറയുന്നത്. ஆமென். ஜேக்கபை குறித்து சொல்கிறது அவன் கூடாரத்திலேயே வாசம் பண்ணுகிறவன். ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ஆனால் ஜெனசிஸ் நம்ம வாசிக்கும் போது 25-ാം അധ്യായത്തിനകത്ത് ഒരു പദം നമുക്ക് കാണാൻ സാധിക്കും. அதனுடைய 25வது அதிகாரத்திலே ஒரு வசனத்தை நம்ம பார்க்கிறோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവിടെ പറയും 25-ാമത്തെ 29-ാമത്തെ വാക്യം, ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ஆமென். 25வது அதிகாரம் 29வது வசனம் விதமாக சொல்கிறது. ഏശാവ് ആ സമയത്ത് വെളിപ്രദേശത്ത് നിന്ന് വന്നു, അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. ஆமென். அந்த நேரத்தில் ஈசோ ஒரு நாளிலே பாயசம் அதை சமைக்கிறார். அந்த நேரத்தில் ஆமென் ஹல்லேலூயா. ஆமென். ஜேக்கப் சமைக்கிறார். ஈசோ வெளியில போய் அவன் திரும்பி வீட்டுக்கு வருகிறார். ഹല്ലേലൂയ. ആമേൻ. ഏശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. அந்த இடத்திலே யாக்கோபு இந்த யாக்கோபு கொண்டிருக்கிற நேரத்தில் இந்த ஈசோ ஆமென் அவன் உள்ள வரும்போது அந்த தம்பியை பார்த்துட்டு சொல்கிறான், அந்த சிவந்த பாயசத்தில் இருந்து கொஞ்சம் ஆமென் எனக்கு தான், நான் சோர்ந்து ஆமென் எனக்கு வந்திருக்கிறேன் என்று சொல்கிறான். യാക്കോബ് 31-ാം വാക്യത്തിലാണ് യാക്കോബ് പറയാ, നിന്റെ ജ്യേഷ്ഠാവകാശം
சொல்கிறான், உன்னுடைய மூத்த குமாரனுக்கு வர வேண்டியதான புத்திர ஸ்வீகாரத்துடைய சுதந்திரத்தை நீ எனக்கு தந்துவிடு. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ അവിടെ യാക്കോബിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുക. ஆமென். இந்த இடத்துல ஜேக்கப் என்ன கேக்குறதுன்னு பாருங்க. மூத்த குமாரனுக்கு வர வேண்டியதான அந்த சுதந்திரம் அது எனக்கு விட்டு போச்சு. ഈ ജ്യേഷ്ഠാവകാശത്തെ എങ്ങനെ വിൽക്കാൻ സാധിക്കുന്നത്? ஆமென். பாருங்க, இந்த முதல் குமாரனுக்கு வர வேண்டிய சுதந்திரத்தை எவ்விதமாக விற்க முடியும்? യാക്കോബ് യേശാവിനോട് ഏറ്റവും ടേസ്റ്റ് ഉള്ള വേട്ടയിറച്ചിയല്ല ചോദിച്ചത്. ஆமென். இந்த இடத்துல ஜேக்கப் என்ன கேட்டன்னு சொல்லி பாருங்க. ஈசோன் இடத்துல ருசியான வேட்டை ஆமென் அந்த மீட் கேட்கவே. അവൻ ഏറ്റവും ടേസ്റ്റ് ഉള്ള വേട്ടയിറച്ചി ചോദിച്ചില്ല. ஆமென். டேஸ்டான அந்த கறி கேட்கவில்லை. ആ യേശാവിന്റെ ആ സാമർത്ഥ്യത്തിന്റെ കഴിവിനെ ചോദിച്ചില്ല. ஆமென். இந்த சேலஞ்ச் இருக்கிற அந்த ஸ்பெஷல் அந்த சேலஞ்ச் அந்த வேட்டையாடுறதா அந்த தன்மையை கேட்கவில்லை. ഹല്ലേലൂയ. അവന്റെ കഴിവിനെയോ ബലത്തെയോ സാമർത്ഥ്യത്തെയോ അല്ല ചോദിച്ചത്, മറിച്ച് അവന്റെ പൊസിഷനെ ചോദിച്ചത്. ஆமென். அந்த ஸ்பெஷல் சேலஞ்ச் அந்த இருக்கிறதான அந்த வேட்டையில அவன் திறமை எதுவுமே கேட்கவில்லை. அவன் அந்த ஃபர்ஸ்ட் போனுக்கு வர வேண்டியதான அந்த சுதந்திரத்தை கேட்கிறான். ஹalleluya. മനസ്സിലായ ഒരു കാര്യം, എന്തിനാ ഇവൻ ഈ പൊസിഷനെ ചോദിക്കുന്നത്? ஆமென். ஏன் அவன் அந்த பொசிஷனை கேட்கிறான்? എന്തിനാ ഈ പൊസിഷനെ ചോദിക്കാൻ കാരണം? ஆமென். இந்த பொசிஷனை கேட்கிற ரீசன் என்ன? കാരണം അവനറിയാം യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് ജ്യേഷ്ഠാവകാശത്തിന്റെ മേലാണ് മുഴുവൻ ബ്ലെസ്സിങ്ങും. ആ പിതാവിന്റെ മുഴുവൻ ബ്ലെസ്സിങ്ങും കൈമാറ്റപ്പെടുന്നത് ജ്യേഷ്ഠാവകാശത്തിന്റെ മേലാണ്. ஆமென். என்ன சொன்னா ஜீவனெல்லாம் அறிகிற ஜூயிஷ் கல்ச்சர்ல ஃபர்ஸ்ட் போர்ன் மேலதான் ஒரு தகப்பனிடத்துக்கு வருகிற எல்லா சுதந்திரமும் வரும். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ കഴിവിനെ അല്ല, യാക്കോബിന്റെ ഗിഫ്റ്റിനെ അല്ല ചോദിച്ചത്, മറിച്ച് പൊസിഷനെ ചോദിച്ചത്. ஆமென். பாருங்க, தன்னுடைய அண்ணனுக்கு இருக்கிறதான அந்த தகுதி பொசிஷன் எதையும் கேட்கவில்லை, அவருடைய அந்த பிளேஸ். യാക്കോബിന്റെ വെളിപ്പാടിൽ നിന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിക്ലെയർ ചെയ്യുക, ആമേൻ, ഒരു വരം കൊണ്ട് നിങ്ങൾ തൃപ്തരാകരുത്, ഒരു ബ്ലെസ്സിംഗ് കൊണ്ട് നിങ്ങൾ തൃപ്തരാകരുത്. യാക്കോബും യേശാവിന്റെ പൊസിഷനെ ചോദിച്ചതുപോലെ ഇന്ന് എത്ര പേർ ആമേൻ പിതാവിനോട് അവൻ ആ പൊസിഷനിലേക്ക് പ്രവേശിക്കുവാൻ ആ പൊസിഷനെ ചോദിക്കാൻ തുടങ്ങുന്നു. ஆமென். ஹalleluya. பாருங்க, ஜேக்கப் அந்த இடத்துல ஆமென் டாலண்ட் எஃபிஷியன்சியோ கொஞ்சம் இன்னைக்குரியதான சுதந்திரத்தை ஆசீர்வாதத்தை அல்ல கேட்கிறது, பொசிஷன் கேட்டது போல இன்னைக்கு எத்தனை பேர் இந்த இடத்துல அப்பா பிதாவை பார்த்து என்னோட பொசிஷனுக்குள்ள ஏறக்கூடியதான கிருபை தாங்க என்று சொல்லிட்டு അപ്പൊ എനിക്ക് ലഭിക്കുന്ന ഒരു ഭൗതിക നന്മ കൊണ്ട് ഞാൻ തൃപ്തിപ്പെടത്തില്ല. ஆமென். எனக்கு வருகிறதான பிசிக்கல் பிளஸிங்கினால நான் ஒருபோதும் சாட்டிஸ்ஃபேக்ஷன் ஆகவில்லை. ഒരു ഫിസിക്കൽ ബ്ലെസ്സിംഗിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആകത്തില്ല. ஆமென். ஒரு பிசிக்கல் பிளஸிங்கினால நான் சாட்டிஸ்ஃபைഡ് ஆக மாட்டேன். ഹീലിംഗ് സംഭവിച്ചാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആകത്തില്ല. ஆமென். பாடி ஹீலிங்ல நான் சாட்டிஸ்ஃபைഡ് ஆக மாட்டேன். ഒരു കൃപാവരം കൊണ്ട് ഞാൻ തൃപ്തിപ്പെടത്തില്ല. ஆமென். ஏதாவது கிஃப்ட்னால நான் சாட்டிஸ்ஃபைഡ് ஆக மாட்டேன். ഒരു വലിയ മിനിസ്ട്രിയുടെ കരത്തിലേക്ക് ഞാൻ തൃപ്തിപ്പെടത്തില്ല. ஆமென். ஒரு பிக் மினிஸ்ட்ரி என்னுடைய கரத்துல வந்தா நான் சாட்டிஸ்ஃபைഡ് ஆக மாட்டேன். പുറത്തുള്ള പൊസിഷൻ എന്റെ മേൽ പുതിയതാണ്. ஓ, அந்த சன்ஷிப் என்னனால அந்த பொசிஷன் என்னேல வெளிப்படாம ഓ, എന്റെ ഫോക്കസ്, എന്റെ ലക്ഷ്യം പുത്രനായ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപമായി രൂപാന്തരപ്പെടണമെന്നുള്ളതാണ്. ஓ, என்னுடைய ஃபோக்கஸ் என்னுடைய கவனம் ஆமென் குமாரனாய் இருக்கிற இயேசு கிறிஸ்துவினுடைய அந்த லைக்னஸ் என்னுடைய அந்த இமேஜ் என்னேல வெளிப்பட வேண்டும் என்பது. പക്ഷേ എബ്രായ ലേഖനത്തിനകത്ത് നമുക്കൊരു പദം കാണാൻ സാധിക്കും. ஆமென். ஹீப்ரூஸ்ல நமக்கு ஒரு வார்த்தையை பார்க்கிறோம். എബ്രായ ലേഖനം 12-ാം അധ്യായത്തിനകത്ത് ஆமென். ஹீப்ரூஸ் 12th chapterல അവിടെ പറയാ, അതിന്റെ 16-ാമത്തെ വാക്യം, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അബദ്ധൻ ആയിത്തീരുക ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുവിൻ. ஆமென். இந்த இடத்தில் வார்த்தை விதமாக சொல்கிறது, ஒரு நேர உணவுக்காக தன்னுடைய முதல் குமாரனுடைய சுதந்திரத்தை விற்றுவிட்ட ஏசாவை போல நீங்கள் யாருமே அவற்றியுள்ளவர்களாக மாறக்கூடாது. ഇവിടെ പറയാ, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ. ஆமென். இந்த இடத்தில் என்ன சொல்கிறது, ஒரு நேரம் உணவுக்காக தன்னுடைய ஆமென் முதல் பேரான நபருக்கு வர வேண்டிய சுதந்திரத்தை விற்றுவிட்ட ஏசாவை போல மாறாது. അതുകൊണ്ട് ആ യേശാവ് ഏതെങ്കിലും വിൽപത്രത്തിൽ എഴുതിക്കൊടുത്തോ, ഇന്നു മുതൽ യാക്കോബ് നീയാണ് ജ്യേഷ്ഠനെന്ന്. ஆமென். ஏதாவது முத்திர பத்திரத்துல ஆமென் ஹalleluya எழுதி ஆமென் ஜேக்கப் ஆமென் friend today you are the first born அப்படி எழுதி எல்லாம் கொடுக்கவே இல்லை. അവരുടെ പേരൻസിനെ വിളിച്ച് അവൻ ഡിക്ലെയർ ചെയ്തു, ഇന്നു മുതൽ എന്റെ ജ്യേഷ്ഠൻ യാക്കോബാണെന്ന് ആദ്യങ്ങൾക്ക് മുമ്പ് ഡിക്ലെയർ ചെയ്തു. ஆமென் ஹalleluya parents எல்லாம் ஆமென் அழைத்து வந்து இந்த நாளில இருந்து ஜேக்கப் தான் first born அப்படி எந்த டிக்ளரேஷனும் பண்ணல. ഒരു വിൽപത്രത്തിൽ എഴുതിയില്ല. ஆமென். எந்த முத்திரை பத்திரத்திலே எழுதவில்லை. ഒരു ഡീഡ്
കൈമാറിയില്ല, എന്റെ ഡീഡിനെ കൊടുക്കവില്ലേ. അവൻ ഒറ്റ വാക്ക് അവൻ ചോദിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അമ്മേ തമ്പി ചുമ്മാ കേട്ടാനേ சொல்லி വാക്ക് மட்டும் தான் சொல்லி இருக்கிறேன். ഹല്ലേലൂയ. ഓക്കേ, ആ ഒറ്റ വാക്കിൽ അവന്റെ മേൽ കിടന്ന ജ്യേഷ്ഠാവകാശം യാക്കോബിന്റെ മേൽ ട്രാൻസ്ഫർ ആയി, അത് കൈമാറ്റപ്പെട്ടു. ഹല്ലേലൂയ. அந்த single wordல ഈശോ മേലെ அந்த first born blessing அது டைரக்ட் ஆக ജേക്കബ് മേലെ ഒരു ട്രാൻസ്ഫർ നടന്നു. ഹല്ലേലൂയ. വാക്കിൽ ജ്യേഷ്ഠാവകാശം കൈമാറിയത് മാത്രമല്ല, അമ്മേ ഒരേ സിംഗിൾ വേർഡ് அந்த first born blessing അവൻ ട്രാൻസ്ഫർ ആനതിന് മാത്രമല്ല, അനുഗ്രഹത്തെ പകരേണ്ട ഇസഹാക്ക്, പിതാവായ ഇസഹാക്ക് അനുഗ്രഹത്തെ കൈമാറേണ്ട സമയത്ത് ജ്യേഷ്ഠനായ യാക്കോബിന്റെ മേൽ തന്നെ ആ മുഴുവൻ ബ്ലെസ്സിംഗ് കൈമാറ്റപ്പെട്ടു പോയി. ஃபாதர் ஐசக் அந்த ஃபர்ஸ்ட் bornக்கு வர வேண்டியதான blessing ரிலீஸ் பண்ணக்கூடியதான அந்த டைம்லைன் பாத்தீங்கன்னு சொன்னா இப்போது ஆமென் ஹalleluya ஃபர்ஸ்ட் born இருக்கிற ஜேக்கப் மேலேயே அந்த full blessing வரவி ஆமென். അവൻ മറ്റൊന്നിനു വേണ്ടി നിങ്ങളുടെ പുത്രത്വത്തെ, നിങ്ങളുടെ സ്പിരിച്വൽ പൊസിഷനെ നിങ്ങൾ വിട്ടുകളയല്ല, നിങ്ങൾ ബാക്ക് സൈഡിൽ പോവുകയല്ല. എന്റെ പിതാവ് എനിക്ക് ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്, എന്റെ പിതാവ് ഒരു പുത്രത്വം തന്നിട്ടുണ്ട്. അതിനകത്ത് വ്യാപരിക്കുന്ന ആ ബ്ലെസ്സിംഗ് ഇന്ന് പകൽ എന്റെ തലയിൽ വെളിപ്പെടുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാണ്. இந்த நேரத்தில் எதுவுமே சொல்லுங்க, என்னுடைய ஹெவன்லி ஃபாதர் எனக்கு சில ஸ்பிரிச்சுவல் பொசிஷன்ஸ் தந்திருக்கிறது. இந்த வேர்ட்லியான எதற்காகவோ நான் என்னுடைய ஸ்பிரிச்சுவல் பொசிஷனை ஆமென் சீல் பண்ணி விட மாட்டேன். ഇന്ന് പകൽ ആ പുത്രത്വത്തിനകത്ത് കയറിയവരെ നോക്കി ഞാൻ പ്രവചിക്കുക, അവൻ പിതാവ് തലമുറകൾക്ക് കൈമാറുന്ന തലമുറകളെ പകരപ്പെടുന്ന ചില ബ്ലെസ്സിംഗ് പുത്രമാരെ കൈമാറ്റപ്പെടുകയാണ്. ஆமென். அந்த சர்ச்சுக்குள்ள எந்தரான நபர்களை பார்த்து நாங்க சொல்கிறோம், ஃபாதர் காட் நெக்ஸ்ட் ஜெனரேஷனுக்கு கொடுக்கிறதான சில ஹெவன்லி blessings இந்த நாளில் யாருக்கெல்லாமோ வருகிறது. இந்த நாளில் எத்தனை பேர் சொல்றீங்க ஆமென் ஹalleluya and son of god நான் ஆமென் ஆமென் பரலோகம் தந்திருக்கிற அந்த விசேஷமான பதவிக்குள்ள இருக்கிறேன். ஹalleluya. ഞാൻ ദൈവപുത്രനാ, ഞാൻ വിശേഷ പദവിക്കകത്തായിരിക്കുന്നത്. ஆமென் ஹalleluya. ஆண்டவரே just ordinary ஈசோ தன்னுடைய வாயினாலே சொன்ன அவன் அந்த ஒற்ற வார்த்தையினால அந்த first born blessing இப்ப பாருங்க ஜேக்கபுடைய தலைமையில் യേശാവ് സാധാരണക്കാരനായ യേശാവ് പറഞ്ഞ ഒറ്റ വാക്കിൽ ആ ജ്യേഷ്ഠാവകാശം ഇപ്പോൾ യാക്കോബിന്റെ തലയിൽ വന്നു. ஆமென் ஹalleluya. ஆனா என்ன பார்த்து ஆமென் ஹalleluya ஆமென் தேவ சுதந்திர காதி என்று சொல்லி ஆமென் ஒரு வார்த்தை ஒரு மனுஷன் நல்ல சொன்னது ஆமென் என்னுடைய யேசுவா என்னுடைய மூத்த சகோதரா இருக்கிற யேசுவா எனக்கு சில பரலோக பொசிஷனை என் மீது வைத்திருக்கிறார் என்று சொல்லி இந்த நாளில் எத்தனை பேர் എന്റെ പുത്രത്വത്തെ കുറിച്ച് എന്റെ അവകാശത്തെ ഒരു സാധാരണ മനുഷ്യനല്ല പറഞ്ഞിരിക്കുന്നത്, എന്റെ മൂത്ത സഹോദരനായ യേശുവ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ അവകാശം എന്റെ മേൽ വരുമെന്ന് എത്ര പേരറിയുന്നു? எத்தனை பேர் சொல்றீங்க வானம் பூமி மாறினாலும் மாறாத வார்த்தை சொல்கிறது son of God நான் தேவ புத்திரன் என் யாக்கோபினுடைய ஆமென் மகனாக இருக்கிறேன் என்று சொல்லி ആകാശം ഭൂമി മാറാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ദൈവപുത്രനാണ്, ആ പുത്രത്വത്തിന്റെ അവകാശം എന്റെ തലമേലുണ്ട്. ஆமென் ஹalleluya. பிதாவாகிய தேவன் வானத்தையும் பூமியையும் சகலவற்றையும் மாறாத வார்த்தையினாலே சிருஷ்டித்தார். പിതാവ് ആ ദൈവവചനത്താൽ ആകാശം ഭൂമി മാറാത്ത ദൈവവചനത്താൽ സകലത്തെ സൃഷ്ടിച്ചു. ஆமென். அப்படின்னு சொன்னா the same word of God அந்த வார்த்தை சொல்கிறது and son of God நான் கிறிஸ்துவோடு கூட உடன் சுதந்திரவாளியாய் இருக்கிறேன். ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിലെ നമ്മൾ ദൈവപുത്രന്മാരാണ്, ആ ദൈവത്തോട് നമ്മൾ അവകാശം ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമാണ്. ஆமென் ஹalleluya. first John ஆமென் God தன்னுடைய ஆமென் first word என்ன சொல்கிறது ஆமென் before கண்களை திறந்து பாருங்கள் நாம் தேவனுடைய பிள்ளைகள் என்று அழைக்கப்படும்படியாக பிதாவானவர் நம் மீது பாராட்டின அன்பு எவ்வளவு பெரியது என்று சொல்லி പറയുന്നു, അവൻ താമി ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമ്മുടെ മേൽ എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. പിതാവാനവർ ആമേൻ നമ്മை கிறிஸ்துவுக்குள்ளாக ஆமென் சேர்த்து நிறுத்தி நமக்கு தந்திருக்கிற பதவிதான் children of God. പിതാവ് നമ്മളെ ചേർത്ത് നിർത്തി നമുക്ക് നൽകിയിരിക്കുന്ന പദവിയാണ് ആ പ്രിയ മക്കളെന്ന പദവി. ആമേൻ ഹല്ലേലൂയ. ஆனால் எத்தனை பேருக்கு கண்களை திறந்து காண முடிகிறது എത്ര പേർക്ക് എന്നാൽ നിങ്ങളുടെ കണ്ണുകളെ തുറന്ന് നിങ്ങളുടെ പൊസിഷനെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു സ്പിരിച്വൽ ഐസ് திறந்தால்
Amen. We can see angels, we can see heavenly, relics, heavenly visions எல்லாம் நமக்கு பார்க்க முடியும். ஆனால் கண்களை திறந்து and son of God, தேவ புத்திரன் என்பதை காணாமல் போவோம் என்று சொன்னார். ஆமென். നിശ്ചയமாக നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ദൂതന്മാരെയാ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ ദർശനങ്ങളാ, വിഷനാ, അതെല്ലാം കാണുമായിരിക്കാം. ഇന്ന് പകൽ നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പുത്രത്വത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ, നിങ്ങൾ ദൈവമക്കളാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണ്. நீங்க தேவ ராஜ்யத்துல கிங்ல என்டர் ஆகும்போது உங்களுக்கு வருகிற ஃபர்ஸ்ட் பொசிஷன் தான் ஹalleluya son of God. നിങ്ങൾ ദൈവ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന പദവിയെ മക്കളെ പുത്രത്വം. ஹalleluya இந்த பதவியில நீங்க எப்போது ஸ்டாண்ட் ஆகுறீங்களோ அப்பதான் ஃபர்தர் ஒரு ஸ்பிரிச்சுவல்ல மூவ் பண்ண முடியும். ഈ പുത്രത്വത്തിലേക്ക് എപ്പോൾ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ മാത്രമേ അടുത്ത സ്പിരിച്വൽ റിലത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയൂ. ஹalleluya நம்ம ஏஞ்சல்ஸ் பார்க்கிறோம், ஹெவன்லி விஷன்ஸ் பார்க்கிறோம். ஆனால் அந்த ignoranceல and son of God தேவனுடைய பிள்ளை heavenly father இந்த revelation இல்லாவிட்டால் just அடிமைகளாக இருந்து எல்லாத்தையும் பார்த்துட்டே നമുക്ക് ദർശനങ്ങൾ ഉണ്ടായിരിക്കാം, ദൂതന്മാരെ കാണും, സ്വർഗീയ ദർശനങ്ങളെല്ലാം ഉണ്ടായിരിക്കാം. എന്നാൽ പുത്രത്വത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് നമുക്കെങ്കിൽ ഇപ്പോഴും നമ്മൾ ദാസന്മാരെ പോലെ തന്നെയായിരിക്കും. Hallelujah. And the revelation, first revelation and son of God, நான் தேவகுமாரன் എന്നതാണ് revelation இருக்கும்போதே ஒரு திறக்கப்பட்ட பரலோகம் உங்களை பார்த்து சொல்லும், இது என்னுடைய நேசகுமாரன், இவன் மீது நான் பிரியமாய் இருக்கிறேன். He is my beloved son. இந்த single word ஆனது உங்களுடைய spiritual reality உங்களை உறுதியாக நிற்க பண்ணுகிறது. ആയിരം ശബ്ദത്തെക്കാട്ടിലും എന്റെ പ്രിയ മകനാണെന്നുള്ള ആ ദൈവ ശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് സകല പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. உங்களுக்கு ஏராளமான revelations தெரியும். ஆனா கிங்டத்துல என்டர் ஆகும்போது அப்பா என்னை ஒரு பிள்ளையாக அங்கீகரிக்கிறார் என்று புரிந்தால் மட்டும்தான் ஒரு சபையினுடைய blessings உங்களை அடையச் முடியும். നിങ്ങൾക്ക് ആയിരം വെളിപ്പാടുകൾ ഉണ്ടായാലും ദൈവപുത്രത്വം ആ കിങ്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ പിതാവാം ദൈവം എന്റെ യാഹ്വേ എന്നെ മകനായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ മാത്രമേ ഉള്ളൂ ആ സംശയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ഒരു സന്തോഷ വരവിടിയ സുതന്ത്രങ്ങളാ ഉള്ളവരെ അവകാശത്തെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. அப்படின்னு சொன்னா இன்னைக்கு எத்தனை பேர் சொல்றீங்க, என்னுடைய ஸ்பிரிச்சுவல் ஐஸ் ஓபன் ஆகட்டும், எனக்கு நல்ல ஒரு பரலோக தகப்பன் இருக்கிறார், நான் தேவ பிள்ளை என்று புரிந்து கொள்கிற அந்த ஒரு வெளிப்பாடை காணும்படியான ஒரு ஸ்பிரிச்சுவல் എനിക്ക് നല്ല സ്വർഗീയ പിതാവുണ്ടെന്നുള്ള തിരിച്ചറിവ്, ആ പിതാവിന്റെ പ്രിയ മകനാണ്, മക്കളെന്നുള്ള ബോധ്യത്തിലേക്ക് ആ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് പ്രവേശിക്കട്ടെ. நம்ம பார்க்கும்போது ஒரு சபையை குறித்து கதை சொல்கிறார். நீ சொல்கிற நீ ஐஸ்வர்யவான், உனக்கு எல்லாமே இருக்குது, எந்த குறைவுமே இல்லை என்று சொல்லி, ஆனால் மெய்யாக நீ புரிந்து கொள், என்ன ரீசன் உனக்கு என்ன ஆகும்போது நீ எந்த பதவியிலே இருந்து சொல்லி நான் ஐடென்டிஃபை செய்ய முடியல விட்டால் still we are in darkness. Hallelujah. ஆனால் இந்த நாளில் எத்தனை பேர் சொல்றீங்க, என்னுடைய spiritual eyes open ஆகி என்னுடைய spiritual position நான் அறிந்துகொள்கிறேன். ആത്മീയ കണ്ണുകൾ തുറന്ന് ആത്മീയ പദവിയെ ഞാൻ തിരിച്ചറിയണമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. இதுதான் ஃபர்ஸ்ட் ஸ்டெப். ஹalleluya. நான் உங்களோட கூட சொல்லும் போதே ஒரு திறக்கப்பட்ட பரலோகத்தில் இருக்கிறதான ஒரு ஏணி, ஒரு லேடர் நேரத்துல நான் பார்க்கிறேன். ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് നിങ്ങളോട് ഡിക്ലെയർ ചെയ്യുമ്പോൾ തുറന്ന സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ ഓപ്പൺ ആയിരിക്കുന്ന ഒരു ലാഡർ, ഒരു ഗോവണിയെ ഞാൻ കാണുന്നു. ആമേൻ. ഹല്ലേലൂയ. അനേക നബர்கள் இந்த இடத்துல ஸ்பிரிச்சுவல் ட்ரைனஸ் தான் இருந்து கொண்டிருக்கிறீங்க. പലരും ഇതിനകത്ത് ആത്മീയ ட்ரைனஸ்നക
நீங்க டொமைன் பண்ணுகிறதா ரெயின் பண்ணுகிறதான்னு சில ரகங்கள் உங்களுடைய வாழ்க்கையில வெளிப்பட்டு வரணும். ഗോഡയോടെ കേറി ചിലരെ വാഷം നടത്തുന്ന ചില സ്പിരിച്വൽ പദവിയിലേക്ക് ആത്മീയ പദവിയിലേക്ക് നിങ്ങൾ കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ബാബർലെ ഒരു നാൾ ആമേൻ നദാനേലെ കൊണ്ടുവന്ന് ആമേൻ ഹല്ലേലൂയ ഫിലിപ്പ് യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നത്. നദാനേലെ ഫിലിപ്പ് യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നദാനേലെ பார்த்து ആമേൻ ഫിലിപ്പ് என்ன சொல்றாரு தெரியுமா? ஆமென். நியாயப்பிரமாணம் மோசே இவர்கள் எல்லோரும் எழுதின பிரசனம் நாங்க ஐடென்டிஃபை பண்ணனும். அது ஆமென் மேரி ஜோசஃபனுடைய சன்னான ஜீசஸ். ആമേൻ. നദാനോടെ ഫിലിപ്പ് പറഞ്ഞ ന്യായപ്രമാണം പ്രവാചകന്മാരെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ജോസഫിന്റെ മറിയുടെ പുത്രനായ യേശു. ഹല്ലേലൂയ. அப்ப இந்த ஒரு நாலேஜோட தான் யாரு ஆமென் நதானியேல் യേശുവിന്റെ അരികിലേക്ക് വരുന്നത്. ഒരു അറിവോട് കൂടിയാണ് ഫിലിപ്പോസ് നദാനേലെ യേശുവിന്റെ അരികിലേക്ക് വരുന്നത്. ஆமென். ஹல்லேலூயா. ஆனா ஒரு சின்ன கான்வர்சேஷனுக்கு பிறகாக நதானியேல் சொல்ற ரெவலேஷன் என்ன தெரியுமா? You truly son of God. நீ மெய்யாகவே தேவ புத்திரனாக இருக்கிற വാക്കുകൾ സംസാരിച്ചപ്പോൾ നദാനിയേൽ പറയുക നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. ഹല്ലേലൂയ. അത് சொல்லும்போது യേശുവാனவர் சொல்கிறார், ஓ நதானியேல் நீ இதுவரை கண்டதல்ல பரலோக திறந்திருப்பதையும் அங்கே பரலோக தூதர்கள் மனுஷகுமாரனிடத்தில் ஏறுவதையும் இறங்குவதையும் இது முதல் கொண்டு நீ காண்பாய். ഇത് പറഞ്ഞപ്പോൾ യേശു നദാനിയേൽ ഇതിലും വലിയത് കാണും. സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അരികിൽ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് നീ കാണും. ஆமென். ஹல்லேலூயா. பாருங்க பிலிப்புக்கு ரெவலேஷன் இருந்தது. ஆமென். நியாயப்பிரமாணம் மோசஸ் லோ இதெல்லாம் சொன்ன பர்சன் தான் ஆமென் ஜீசஸ் கிறிஸ்து. ഫിലിപ്പോസിന് വെളിപ്പാടുണ്ടായിരുന്നു. പ്രവാചകന്മാരും അവൻ ന്യായപ്രമാണം പറഞ്ഞ വ്യക്തിയാണ് യേശു. ஆமென். ஒரு நல்ல டீப்பான ரெவலேஷன். അതൊരു ആഴമേറിയ വെളിപ്പാടാണ്. ஆனால் அந்த ரெவலேஷனுக்கு முன்னதாக ஹெவன் க்ளோஸ் ஆகுது. എന്നാൽ ആ വെളിപ്പാടിന്റെ മുമ്പിൽ സ്വർഗ്ഗം അടയപ്പെട്ട് തന്നെ ഇരിക്കുന്നു. Hallelujah. But amen. Amen. നദാനിയേലിന് ഈ revelation വരുന്നത് truly you are the son of God. നദാനിയേലിന് ഒരു വെളിപ്പാട് കിട്ടുന്നത് നീ യഥാർത്ഥമായി ദൈവപുത്രനാണ്. ஓ அப்போது യേശുവാനவர் சொல்கிறார், ஓ இந்த நேரத்தில் இருந்து இனி heaven உனக்கு முன்பதாக அடைக்கப்பட்டிருப்பதில்லை. பரலோக தூதர்கள் இந்த நேரத்தில் இருந்து ஆமென் ஏறுவதை இறங்குவதையும் நீ காண்கிற പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാട് പറഞ്ഞപ്പോൾ യേശു പറയുക ഇനി സ്വർഗ്ഗം അടയപ്പെട്ടിരിക്കത്തില്ല. കാരണം പുത്രന്മാരുടെ മുമ്പിൽ ഒരിക്കലും സ്വർഗ്ഗം അടയപ്പെട്ട് ഇരിക്കത്തില്ല. പുത്രന്മാരുടെ മുമ്പിൽ സ്വർഗ്ഗം അടയിരിക്കത്തില്ല. നീ തുറന്നിരിക്കുന്നത് പുത്രന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് കാണും. எந்த revelation heaven open பண்ணுகிறது. ഏത് വെളിപ്പാട് സ്വർഗ്ഗത്തിൽ തുറക്കുന്നത്? Amen. The revelation about the sonship. പുത്രത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. Amen. Hallelujah. You can be a slave in the kingdom of God. നിങ്ങൾക്ക് അവൻ ദൈവരാജ്യത്തിനകത്ത് കയറാം. ஆனா வேற next blessed position இருக்கிறது. ஒரு son of God என்று சொல்லி நீங்க ஏழு கிங்டத்துல நின்றாலே நிச்சயமாக ஒரு திறக்கப்பட்ட பரலோகத்தை உங்களுடைய தலைக்கு மேலாக நீங்க நிச்சயமாகவே காண்பீர்கள். എന്നാൽ പുത്രത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പൊസിഷനിൽ നിന്ന് അവൻ തുറക്കപ്പെട്ട സ്വർഗ്ഗത്തിന്റെ അനുഭവത്തെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കാണുവാൻ സാധിക്കും. Amen. Hallelujah. திறக்கப்பட்ட பரலோகம் எப்பொழுதும் சொல்கிறது you are my beloved son. സ്വർഗ്ഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ശബ്ദമില്ല നീ എന്റെ പ്രിയ മകനത്രേ പുത്രനത്രേ. அன்பானவர்களே ஆமென். ஒருபோது இதுவரைக்கும் நம்ம நெகட்டிவாக சொல்லிட்டு இருப்போம். ஆமென். ஹஸ்பண்ட் கேர் பண்ணல, வைஃப் கேர் பண்ணல, சில்ட்ரன் கேர் பண்ணல, இந்த ப்ராப்ளம் அந்த ப்ராப்ளம். ஹalleluya. the same problems எல்லாமே ஜீசஸ் கிரைஸ்ட் வருது. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പറയും എന്റെ ഭർത്താവ് എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ അവൻ മൈൻഡ് ചെയ്തില്ല, എന്റെ ഭാര്യ എന്നെ മൈൻഡ് ചെയ്തില്ല, എന്നെ കെയർ ചെയ്തില്ല, എന്റെ തലമുറകൾ എന്റെ പേര് എന്റെ മൈൻഡ് ഇതെല്ലാം വിഷയമുണ്ട്. nobody is accepting me. என்னை யாருமே அங்கீகரிக்கவில்லை. എന്നെ ആരും അംഗീകരിക്കുന്നില്ല. ஆமென். யாரும் என்னை விசுவாசிக்கவில்லை. എന്നെ ആരും വിശ്വസിക്കുന്നില്ല. ஆமென். பாருங்க. ஆனால் one relationship பிதாவோடு இருக்கிற அந்த குமாரன் அந்த ரிலேஷன்ஷிப் எந்த ப்ராப்ளம்ஸ் மத்தியிலும் அசையாமல் உறுதிப்படுத்தி இயேசுவை நிற்க வைத்தது. ഒരേ ഒരു ബന്ധം ഒരു സ്ഥലത്തും വീട് പോകാതെ യേശുവിനെ ഉറപ്പിച്ചു നിർത്തി. Hallelujah. The unchangeable relationship. മാറ്റമില്ലാത്ത ഒരേ ഒരു ബന്ധം. An eternal relationship. നിത്യതയോളം നിൽക്കുന്ന ഒരേ ഒരു ബന്ധം. And the Messianic Son of God. Son of God. Hallelujah. Human beings change ஆகலாம். ஆனால் இந்த உறவு ஒரு நாள் பிரியா உறவு உங்களுடைய Father God will never reject you. Amen. Eternal acceptance உங்கள் மேல் பரலோகம் தருகிறது. ഒരിക്കലും മാറാത്ത ഈ റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. നിങ്ങളുടെ പിതാവ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. നിങ്ങളുടെ പിതാവ്
Amen. Hallelujah. நிச்சயமாகவே நீங்க சொல்வீங்க குமாரனுடைய கையில. നിങ്ങൾ പറയും അത് മകന്റെ കൈ മാത്രമേ നിങ്ങൾ ഏൽപ്പിക്കുന്നുള്ളൂ. അമ്മേൻ ഇതാ പീറ്ററുടെ வாழ்க்கையில നടന്നത്. ഇതാണ് ആ ജീവിതത്തിനകത്ത് സംഭവിച്ചത്. അമ്മേൻ പീറ്റർ അമ്മേൻ ഒരു നാൾ യേശുവാനെ കേக்குறா. ഓ എല്ലാവരും എന്നെ யாருன்னு சொல்றாங்க. എല്ലാവരും ചോദിക്കുക എല്ലാവരും എന്നെ ആരാണോ പറയുന്നത്? അമ്മേൻ എല്ലാ ഡിസൈപ്പിൾസ് சொல்றாங்க. അമ്മേൻ somebody says Elisha, somebody says any other prophet, പലരും പല ഒപ്പീനിയൻ சொல்றாங்க. പലരും പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരാളാണ് എലിയാവാണ് എലീഷാണ് എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറയും. ഹല്ലേലൂയ. ஆனால் പീറ്റർ சொல்கிறது ഓ നീ ജീവനുള്ള ദൈവനുடைய കുമാരനാകിയ ക്രിസ്തുവേ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അങ്ങനെ only one single revelation. ഒരേ ഒരു വെളിപ്പാട്. ഹല്ലേലൂയ. നെക്സ്റ്റ് യേശുവാனவர் என்ன சொல்றாரு பாத்தீங்களா? பேதுருவே பரலோகத்தினுடைய கீ நான் இன்னைக்கு உன் கையில ஹேண்ட் ஓவர் பண்றேன். நீ பூமியில் எவைகளை கட்டுகிறதோ அது பரலோகத்தில் கட்டப்படும். நீ பூமியில் எவைகளை அவிழ்க்கிறதோ அது நிச்சயமாக பரலோகத்திலே அவிழ்க்கப்படும். ഞാൻ നിന്നെ കരുതി തരിക. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗ്ഗത്തിൽ അടിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. നമ്മളുടെ എൻകറേജ് பண்ணுற മെസ്സേജ് ആണ്. ഇത് നിങ്ങൾ ഉത്സാഹപ്പെടുത്തുന്നതല്ല, ഇതൊരു സത്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്നേക്കും ആമേൻ the sons of father കൊടുത്തേവേ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവപുത്രന്മാരിയ യഹോവയാണ് ദൈവത്തിന് ആവശ്യം. ഏതാ ആമേൻ heavenly blessings operate பண்ணுகிற sons. ദൈവപുത്രന്മാർ